കണ്ടിട്ടുണ്ടാവും. ഖുർആൻ സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ് എന്നാണ് പൊതുവെ ഖുർആൻ തന്നെ പറയാറുള്ളത്. അതായത് യഹ്ദീൽ ഇല്ലദീ ഹിയ അഖ്വം, വളഞ്ഞ വഴി നടക്കുന്ന ആളുകൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് അത്രയും ഖുർആൻ. എന്നിട്ട് ഖുർആൻ മറ്റു പലയിടങ്ങളിലും അതിന് വിപരീതമായും പറയുന്നുണ്ട്. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ ഖുർആൻ കൊണ്ട് കുറെ അധികം ആളുകൾ സന്മാർഗത്തിലാകും, കുറെ അധികം ആളുകൾ ദുർമാർഗത്തിലാകും. ശടാ, സന്മാർഗത്തിലാക്കുന്നത് ഓക്കെ, അത് ഖുർആനിന്റെ ധർമ്മമാണ്. പക്ഷേ ദുർമാർഗത്തിലാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാ അത് അംഗീകരിക്കാൻ പറ്റുന്നത്? അതൊരു ഉഡായിപ്പ് പഠിച്ചവനാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യാനും പാടില്ലല്ലോ. നമുക്ക് സന്മാർഗം നൽകൽ അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹു പറയുന്നു ഖുർആനിൽ ഒരിടത്ത്. മറ്റൊരിടത്ത് പറയുന്നു അള്ളാഹു ഉദ്ദേശിക്കും ആർക്ക് സന്മാർഗം നൽകണം, ആർക്ക് ദുർമാർഗം നൽകണം എന്നത്. അപ്പോൾ മനുഷ്യന്റെ ഫ്രീ വിൽ എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് എവിടെയാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യമുള്ളത്? ഏത് കാര്യങ്ങൾ തീരുമാനിക്കാനും അത് നടപ്പിലാക്കാനും ഒക്കെ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് എന്നത് വെറുതെ തള്ളിമറിക്കൽ മാത്രമല്ലേ? കാരണം നേരത്തെ തന്നെ അള്ളാഹു ചില കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് ആർക്ക് എന്ത് ലഭിക്കണം എന്ന്. ഇനിയും വിശ്വസിക്കാത്ത ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ചില ഭീഷണിയുടെ സ്വരങ്ങളും എടുക്കുന്നത് നമുക്ക് കാണാം. അതാ ഞാൻ ഇന്നിട്ട പോസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തെറ്റുപറ്റി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞാനത് പിൻവലിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആനും ഹദീസും മാത്രമാണ്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് റീച്ചിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ഇസ്ലാമിനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാണ്. ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്കറിവുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ വിഷയങ്ങൾ നിങ്ങളോട് കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ചില ആളുകൾ പറയുന്നു എൻ്റെ ഭർത്താവ് വിശ്വാസിയാണ്, മക്കള് വിശ്വാസി. അതിനെന്താ? ഞാൻ തികച്ചും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. അവരെയൊക്കെ നിർബന്ധിച്ച് വിശ്വാസത്തിലേക്കോ അതല്ലെങ്കിൽ വിശ്വാസ നിരാസത്തിലേക്കോ ഒക്കെ കൊണ്ടുവരേണ്ട കാര്യം എനിക്കില്ല. അവരൊക്കെയും സ്വതന്ത്രരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അവർ വേണമെങ്കിൽ വിശ്വസിച്ചോട്ടെ, വേണ്ടെങ്കിലും വിശ്വസിക്കേണ്ട. നിർബന്ധിപ്പിച്ച് അവരെയൊക്കെ യുക്തിവാദികളാക്കേണ്ട കാര്യം എനിക്കുണ്ട്. എന്നാ പിന്നെ മതവും യുക്തിയും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പൊ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്നോട് അവർക്കുള്ള കലിപ്പ് എന്താ? അവര് വിശ്വസിക്കുന്നത് പോലെ ഞാനും വിശ്വസിക്കുന്നില്ല. ഞാൻ അതിൽ നിന്നും വ്യത്യസ്തയാണ്, എനിക്ക് കുഴപ്പമില്ല. ഞാൻ യുക്തിവാദിയാണ്. നിങ്ങൾക്ക് ആർക്കും യുക്തിവാദം അങ്ങോട്ട് ദഹിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ആ വ്യക്തി തലത്തിൽ നിങ്ങളെ ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് എന്തെങ്കിലും ഒരു അനിഷ്ടമോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒന്നും എനിക്ക് എൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലേ കാര്യം? നോക്കോ, ഖുർആൻ പറയാണ് 41 അധ്യായത്തിലെ 20 വചനത്തില്, അങ്ങനെ അവർ നരകത്തിൽ ചെന്നാൽ, നരകത്തിൽ പ്രവേശിച്ചാൽ അവരുടെ കാതും അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും അവർക്കെതിരായി അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി സാക്ഷ്യം വഹിക്കുന്നതാണ്. അള്ളാഹു, ഇത് എന്തൊരു ദുരന്തമാണ്! ഇങ്ങനത്തെ പേടിപ്പിക്കലിന്റെ ആവശ്യമുണ്ടോ? നിന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കും, 5 കണ്ണം വരുന്നുണ്ട്, തിന്നോ അല്ലെങ്കിൽ ഉറങ്ങിക്കോ എന്നൊക്കെ ചെറിയ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ നരകത്തിൽ ചെന്നാൽ കണ്ണും കാതും ഒക്കെ സംസാരിക്കും കേട്ടോ, നമുക്കെതിരെ നമ്മൾ പ്രവർത്തിച്ചതിനെ കുറിച്ചിട്ടൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് മര്യാദയ്ക്ക് നമസ്കരിച്ചോ, സക്കാത്ത് കൊടുത്തോ, നോമ്പ് പിടിച്ചോ എന്നൊക്കെ പറയുന്ന ഒരു പ്രതീതി. നരകത്തിൽ എത്തുന്ന ആളുകളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും സംസാരിക്കുക. കണ്ണ് പറയും, അല്ലാഹുവേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അത് കാണാൻ, പക്ഷേ എന്നെ ഈ ശരീരം അത് കാണിച്ചു, അതുകൊണ്ട് ഈ ശരീരത്തെ ശിക്ഷിച്ചോ. കാതും പറയുക. അപ്പൊ കണ്ണും കാതും വയറും ഇതൊക്കെ അങ്ങ് സാക്ഷി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ ഏറ്റുവാങ്ങുന്നതാരാ? തൊലി വരെ അയാൾക്കെതിരെ സാക്ഷി പറയുമെന്നാണ് ഖുർആൻ പറയുന്നത്. അടുത്ത വചനത്തില് അള്ളാഹു കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കാനും കുറച്ചുകൂടെ സൂപ്പർലേറ്റീവായിട്ട് പേടിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. തങ്ങളുടെ തൊലികളോട് അവര് പറയും, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിച്ചത്? അപ്പോ തൊലികൾ പറയുമത്രേ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെ സംസാരിപ്പിച്ചതാകുന്നു. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ, അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോ ആദ്യം സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. രണ്ടാമത് വേറൊരു പടച്ചവനുണ്ടോ സൃഷ്ടിക്കാൻ? ആ 41 അധ്യായത്തിലെ 21 വചനത്തിൽ അള്ളാഹു പറയുന്ന വാക്കാണിത്. കാരണം തൊലിയൊക്കെ കരിക്കും, പുതിയ തൊലികൾ വരും, തൊലിയൊക്കെ അള്ളാഹുവിനോട് നമുക്കെതിരെ സാക്ഷ്യം, ഇതൊക്കെ പറഞ്ഞിട്ടും ഒന്നും നമ്മൾ പേടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അടുത്ത ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ശരികൾ അത്രേ ഉള്ളൂ.
ആ കാലഘട്ടത്തിൽ മനുഷ്യനെ ഒന്ന് വിശ്വസിപ്പിക്കാനും പേടിപ്പിക്കാനും മര്യാദക്കാരായിട്ട് ജീവിപ്പിക്കാനും ഒക്കെ ഇതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. ഇത് 1001 രാവുകളെ വെല്ലുന്ന കള്ളക്കഥയാണെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. ഇത് എന്തുമാതിരി പടച്ചോനാണിത്? പടച്ചോനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പടച്ചോൻ കിടന്ന് ചക്രശ്വാസം വലിക്കുക. എന്നിട്ട് പടച്ചോൻ പറയാണ് 16-ാം അധ്യായത്തിൽ 9 അള്ളാഹുവിന്റെ ബാധ്യതയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നേരായ മാർഗം കാണിച്ചു കൊടുക്കുക എന്നത്. പക്ഷെ അവയുടെ ആ മാർഗത്തിൽ പിഴച്ച മാർഗവുമുണ്ടെന്ന് അള്ളാഹു പറയാണ്. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാം അവൻ നേർവഴിയിലാക്കുമായിരുന്നു. എന്തേ അവൻ ഉദ്ദേശിക്കാത്തത്? നമ്മുടെ കുഴപ്പം കൊണ്ടാണോ? ആണോ? ഇപ്പൊ എന്നെ സന്മാർഗത്തിലാക്കണോ ദുർമാർഗത്തിലാക്കണോ എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വസ്തുതയാണത്. വേണമെങ്കിൽ എന്നെ അള്ളാഹുവിന് സന്മാർഗത്തിലാക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു പിഴച്ച മാർഗത്തിൽ എന്നെ ആക്കി. എന്നിട്ട് എന്നെ പിന്നീട് നരകത്തിലിട്ട് തീ പൊള്ളിക്കൂ എന്ന് പറയുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ഇനി ഈ പിഴച്ച മാർഗത്തിലേക്ക് എന്നെ ആരാ? പടച്ചോൻ അള്ളാഹു പറയാണ്, അള്ളാഹു എങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലജഅലക്കും, അള്ളാഹു ആക്കുക തന്നെ ചെയ്യുമായിരുന്നു നിങ്ങളെ ഉമ്മത്തൻ വാഹിദ, ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. വലാക്കിൻ, പക്ഷേ അള്ളാഹു യുളില്ലു മയ്യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കും. വയഹ്ദി മയ്യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കും. വല തുസ്അലുന അമ്മാ കുന്തും തഅമലൂൻ, പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും. ഇത് എന്തൊരു പടച്ചോനാണിത്? നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ പറയണതിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോന്ന്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സന്മാർഗത്തിലാക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ദുർമാർഗത്തിലാക്കും. അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു സന്മാർഗം നൽകുമായിരുന്നു, സന്മാർഗം നൽകി ഒരു ഏക സമുദായമാക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു ഇത് ഉദ്ദേശിച്ചിട്ടില്ല. എന്നാലോ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യുകയും ചെയ്യും. നമ്മൾ എന്ത്, എപ്പോൾ, എങ്ങനെ, എത്ര, ആരോട് പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു നേരത്തെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ അള്ളാഹുവിന്റെ രേഖപ്പെടുത്തൽ അനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാം ഒപ്പിച്ചത് പടച്ചോനല്ലേ? അല്ലേ? ഇനി എങ്ങാനും നമ്മൾ ആരെയെങ്കിലും നന്നാക്കാൻ ശ്രമിച്ചാൽ, ഇപ്പൊ നബി വിചാരിക്കുകയാണ്, ചേടാ ജാമിദായി ഒന്ന് സന്മാർഗത്തിലാക്കിയേക്കാം, നീ എങ്ങനെയെങ്കിലും ഒന്ന് സന്മാർഗത്തിലേക്ക് വാ ജാമി. എൻ്റെ വീട്ടിൽ എൻ്റെ ഇത്തമാരൊക്കെ പറയാറുണ്ട്, കഴിഞ്ഞതൊക്കെ പോട്ടെ, പടച്ചോ നിനക്ക് പുറത്തു വരും. പഴയതുപോലെ തന്നെ നമുക്ക് ഒറ്റ കുടുംബമായിട്ട്, ഞങ്ങൾ കുടുംബസംഗമൊക്കെ കൂടുന്നവരാണ്, നമുക്ക് അങ്ങനെ സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ഒരിക്കൽ കൂടി പോണം. എൻ്റെ മൂത്ത സിസ്റ്റർ പറയും, എൻ്റെ അവസാനമായിട്ട് ഒരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നീ പഴയതുപോലെ ആകണം. ശരി, ഇനി അങ്ങനെയാണെങ്കിൽ അവരോടും അള്ളാഹു പറയുന്നുണ്ട്. നബി ഇങ്ങനെ ചിലരെ സന്മാർഗത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പറയാണ്, ഇൻ തഹ്രിസ് ഹറസ്വ യഹ്റുസു എന്ന് പറഞ്ഞാൽ നന്നായി ആഗ്രഹിക്കുക, അത്യാഗ്രഹമുള്ളവനാകുക. അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തോട് കുറച്ച് ധൃതിയുള്ളവനാകുക. അങ്ങനെ എങ്ങാനുമായാൽ അലഹുദാഹും, അവരെ സന്മാർഗത്തിലാക്കാൻ നീ ധൃതി കാണിച്ചാൽ, നീ ആഗ്രഹിക്കുന്നെങ്കിൽ അള്ളാഹു വഴികേടിലാക്കുന്ന ഒരാളെ സന്മാർഗത്തിലാക്കാൻ നിനക്ക് കഴിയില്ല. വമാലഹമിന്നാസുരീൻ, അവൻ സഹായിക്കപ്പെടുകയുമില്ല. എങ്ങനെയുണ്ട്? അതായത് അവര് സന്മാർഗത്തിലാകണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അത് വെറുതെയാ. കാരണം എന്താ? ഒരാളെ വഴിപിഴപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരെ സന്മാർഗത്തിലാക്കാൻ നിനക്ക് പറ്റില്ല മമ്മദേ. അവർക്ക് സഹായികളായിട്ട് അള്ളാഹു മാത്രമല്ലേ ഉള്ളൂ. അള്ളാഹുവിനെതിരെ സഹായിക്കാൻ അവർക്ക് ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് അവരെ സന്മാർഗത്തിലാക്കാൻ നിനക്ക് പറ്റില്ല എന്ന് പഠിച്ചോൻ പറയാണ്. എങ്ങനെയുണ്ട്? അള്ളാഹു ഖുർആനിലൂടെ പറയുന്ന വസ്തുതകളാണിതെല്ലാം. മുഹമ്മദ് നബിക്ക് അള്ളാഹു ആയത്തിറക്കി കൊടുക്കുകയാണ്. സ്ത്രീ എങ്ങനെയാണ്, സത്യവിശ്വാസികൾ എങ്ങനെയാണ്, കപടവിശ്വാസികൾ എങ്ങനെയാണ്, അവർ വിശ്വസിക്കുമോ, നരകത്തിന്റെ ആളുകൾ എങ്ങനെയാണ്, സ്വർഗത്തിന്റെ ആളുകൾ എങ്ങനെയാണ്, ആരാണ് വലതുപക്ഷക്കാർ, ആരാണ് ഇടതുപക്ഷക്കാർ, ആരാണ് നരകത്തിൽ കിടന്നു വെന്തെരിയുന്നത്, അള്ളാഹു പറയാണ്. ഇതൊക്കെ അള്ളാഹു പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ ചെയ്തതെല്ലാം. ഒരു മുസ്ലിം സ്ത്രീ
ഇവൻ ഈ രണ്ടോ മൂന്നോ നന്നാലോ ഒക്കെ കെട്ടാം, ഇഷ്ടം പോലെ കെട്ടാം. ഇനി ഈ പെണ്ണെങ്ങാനും ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവനെ ആഗ്രഹിക്കാനും പറ്റില്ല. കാരണം ഇവന്റെ 73 ഒന്നാ. ഇവൻ 72 ഹൂറികളും ഇവിടുത്തെ ഒരു ഭാര്യയും. അപ്പൊ ഈ എണ്ണമറ്റ ഭാര്യമാരിൽ ആർക്കാണ് ഈ സ്വർഗം കിട്ടുന്നത്? ഈ പെണ്ണ് കഷ്ടപ്പെട്ട് ഇവിടെ നിസ്കരിച്ച് നോമ്പ് പിടിച്ച് മര്യാദയ്ക്ക് ജീവിച്ച് അങ്ങനെ എങ്ങാനും അവൾക്ക് സ്വർഗം കിട്ടിയാൽ പോലും അവളുടെ ഭർത്താവിനെ മുഴുവനായിട്ടും അവൾക്ക് അവിടെ കിട്ടത്തില്ല. വർഷങ്ങൾ എടുക്കും ഇവരുടെ അടുത്തേക്ക് വരാൻ തന്നെ. കാരണം 72 ഹൂറികൾ മാറി മാറി വരണ്ടേ. എന്നിട്ട് ഭാര്യയെ നീ അടിച്ചോളാൻ. ഖുർആൻ അറിയാണ് സന്മാർഗത്തിന്റെ ഗ്രന്ഥം. ലോകാവസാനം വരെ മനുഷ്യന്റെ സന്മാർഗത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഗ്രന്ഥത്തിൽ അള്ളാഹു പറയാണ്, വഅലുഹുന്ന, അവള് എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കുമെന്ന് നീ ഭയപ്പെട്ടാൽ അവളെ ഒന്ന് ഉപദേശിച്ചോ. വദ്രിബൂഹുന്ന, 2 പൊട്ടിച്ചോടാ. വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഇ, അത് കിടപ്പറയിൽ നിന്ന് വിട്ടു നിർത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പോ എപ്പോഴും ആണിനാണ് അധികാരം. സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവനാണ് പുരുഷൻ. 4-ാം അധ്യായം 34-ാമത്തെ വചനം. അപ്പം എപ്പോഴും നിയന്ത്രണത്തിന്റെ അധികാരത്തിന്റെ ദണ്ട് പുരുഷന്റെ കയ്യിലാണ് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും കൃഷിയുടെ മാത്രമാണ്. 2-ാം അധ്യായം 223-ാമത്തെ വചനം. നിസാഉക്കും ഹർത്തുൽ ലക്കും ഫഅതു ഹർതക്കും അന്നാ ശിഅ്തും. ഇതാണോ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ മാർഗദർശനം നമ്മൾ മനസ്സിലാക്കുന്നത്? മുസ്ലിം സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണം, അവൾ എന്ത് ഭക്ഷണം കഴിക്കണം, അവൾ എന്ത് ചെയ്യണം, അവൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ പുരുഷനാണ് തീരുമാനിക്കുന്നത്. അരിക്കകത്ത് പേരെഴുതിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന് ഖുർആനിനകത്ത് ഇതൊന്നും ആയത്തിറക്കാൻ പറ്റിയില്ല. അപ്പിക്കുപ്പായത്തെ കുറിച്ചിട്ട് അള്ളാഹുവിന് ഖുർആനിൽ ആയത്തിറക്കാൻ പറ്റിയില്ല. കാരണം ആലോചിച്ച് നോക്കി, കണ്ട ലോകത്തുള്ള കോടാനുകോടി മനുഷ്യന് ചോറ് തിന്നണ്ടേ? ഈ ഓരോ അരിയിലും പേരെഴുതി വെക്കണ്ടേ? ഞാനാണെങ്കിൽ 1 സ്പൂൺ ചോറ് മാത്രം കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് പടച്ചോന് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം 1 സ്പൂൺ അരിക്കകത്ത് ചോറ് പേരെഴുതിയാൽ മതിയല്ലോ. അപ്പൊ കുറെ കൂടുതൽ കഴിക്കുന്ന ആളുകളുടെ ഒക്കെ പേരെഴുതി എഴുതി 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 അള്ളാഹു ഒരു വഴിക്കാകത്തില്ലേ അരിവണിയിൽ പേരെഴുതാൻ? ഇനി സീലോ എന്തെങ്കിലുമൊക്കെ ആധുനിക സംവിധാനങ്ങളൊക്കെ പടച്ചോന്റെ കയ്യിലുണ്ടോ എന്നറിയില്ല, ഇരിക്കട്ടെ. എന്തായിരുന്നാലും ശരി, അപ്പോ ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് പ്രവാചകന്റെ ഭാര്യമാരുടെയൊക്കെ ശരീരം മറ്റുള്ളവര് കാണുന്നില്ലേ, നഗ്നത, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനൊരു ചിന്ത ഉണ്ടായിരുന്നില്ല, മുഹമ്മദ് നബിക്കും ചിന്ത ഉണ്ടായിരുന്നില്ല. ഉമറാണ് ആഗ്രഹിക്കുന്നത് നബിയുടെ ഭാര്യമാരൊന്നും ഇനി ഇങ്ങനെ നടന്നാ പോരാ. അങ്ങനെയാണ് അപ്പിക്കുപ്പായി വറക്കുന്നത്. എന്നിട്ട് ഹദീസാണ് 118, ഹദീസ് നമ്പർ 255-ലുമുണ്ട്. മർദോം കേളിയേ ഹർസുൻ മുറവ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറുദു പോയിറ്റ് എഴുതിയതാണ്, സ്ത്രീക്ക് കരയാൻ പോലുമുള്ള അവകാശമില്ല. ബുഖാരി പറയുന്നത് ഭർത്താവ് മരിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ വായിക്കാത്ത മണ്ണ് വരിയുടെ നബി പറയാം. കാരണം ഇവർക്ക് അങ്ങനത്തെ ഇമോഷണൽസ് ഒന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ടല്ലോ പെണ്ണുങ്ങള്. പിന്നെ ഒരെണ്ണം ചത്തുപോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പ്രശ്നം? അതായത് അവനവന്റെ വൈകാരികതകൾ പ്രകടിപ്പിക്കാൻ പോലും പെണ്ണിന് അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 636-ാമത്തെ ഹദീസാണ്. ഇനി ഭാര്യയെ നിനക്ക് വേണ്ടേ, കൊണ്ട് കളയടാവേ. 62, 65-1, 33-ല് 51, അതിലും അത് തന്നെയാ പറയുന്നത്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോ, ഒഴിവാക്കിയവരെ നിനക്ക് വേണമെങ്കിൽ കയറി പിടിച്ചോ, കുഴപ്പമില്ല. അപ്പൊ പെണ്ണിന് എന്ത് റൈറ്റ്സ് ആണ് അല്ലാഹു നൽകിയിട്ടുള്ളത്? ഇനി മാതാപിതാക്കൾ അവിശ്വാസികളാണോ? ഒഴിവാക്കിയേക്ക്. മാതാപിതാക്കൾ അല്ലാഹുവിലും നബിയിലും ഒന്നും വിശ്വസിക്കുന്നവരല്ലേ? 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 23-ാമത്തെ വചനം. കളഞ്ഞേരെ, നമുക്ക് വേണ്ടവരെ. ഇനി ഇസ്ലാം മതം എങ്ങാനും ഉപേക്ഷിച്ചാലോ, മതവിശ്വാസം ഉപേക്ഷിച്ചാലോ അവനെ കൊന്നേക്ക്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത 2083-ാമത്തെ ഹദീസ്. എന്നിട്ട് സ്വർഗവും നരകവും ഒക്കെ കണ്ട നബി സ്വർഗത്തിൽ മൊത്തം പുരുഷന്മാരും നരകത്തിൽ മൊത്തം സ്ത്രീകളുമാണെന്ന് പറഞ്ഞു. എന്തിനാണ്? പേടിപ്പിക്കാൻ. അങ്ങനെയെങ്കിലും പെണ്ണുങ്ങളൊന്ന് നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്നോട്ടെ എന്നുള്ളതാ. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 203-ാമത്തെ ഹദീസാണ്. മുസ്ലിം സ്ത്രീ നിഷേധഭാവമുള്ളവളായതുകൊണ്ടാണ് നരകത്തിൽ കൂടുതലായിട്ട് എത്തുന്നതെന്ന്. സ്ത്രീ അപ്പൊ പുരുഷന്മാരുടെ നിഷേധ സ്വഭാവം ഒന്നും കുഴപ്പമില്ല പഠിച്ചോന്. പുരുഷ അള്ളാഹു എപ്പോഴും പുരുഷന്റെ സ്വാധീനത്തിലാണ്. പുരുഷനെ പിന്തുണ നൽകുക, പുരുഷൻ എന്ത് ചെയ്താലും പഠിച്ചോൻ ഓക്കെയാണ്. സ്ത്രീകളോട് അങ്ങേയറ്റം വിരോധം വെച്ച് പുലർത്തുന്ന ഒരു പഠിച്ചോനെ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റുന്നത്. നരകത്തിൽ പ്രവേശിക്കുന്നത് മൊത്തം സ്ത്രീകളാണ്.